ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു വട്ടമല്ല, 5 വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. ഇപ്പൊ ഇവർ ബിഗ് ബോസ് ഇവരിപ്പോ ബിഗ് ബോസ് ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ കുറെ ഇന്റർവ്യൂ കൊടുക്കും. എന്നെ ആക്ഷേപിക്കുന്നതായിട്ട് എന്റെ പേര് പറഞ്ഞോ ബിഷപ്പ് എന്ന് പറഞ്ഞോ ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീൽ എന്നോട് പറഞ്ഞേക്കുന്ന, എന്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞേക്കുന്ന, ബിഷപ്പിനെ കൂട്ടി കോടതിയിലേക്ക് പോകാം, മൊഴി കൊടുപ്പിക്കാം. തങ്കച്ചന്റെയും രേണു സുധിയുടെയും പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും, മൊഴി കൊടുത്ത്. സുഹൃത്തുക്കളെ, രേണു സുധി ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടാ, വല്ല പണിയെടുത്ത് ജീവിച്ചോളൂ, നിങ്ങൾക്ക് ആ പെണ്ണിന്റെ മേലെ കുതിര കയറാൻ നിങ്ങൾക്ക് എന്തുവാടാ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. സുഹൃത്തുക്കളെ, ഇത് അതൊന്നുമല്ല വിഷയം. രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പെണ്ണുമ്പിള്ള കൊണ്ട് കുടുങ്ങിപ്പോയ കുറെ പാവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. കുടുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല് അടപടലം മൂഞ്ചിപ്പോയ ആൾക്കാർ. അതിലത്തെ ഒന്നാമത് എന്നൊക്കെ പറയേണ്ടി വരിക അദ്ദേഹം മരിച്ചുപോയി. രണ്ടാമത് നമുക്ക് പറയേണ്ടി വരിക ആ വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു കമ്പനി ഉണ്ടായിരുന്നു, KFDCയോ സംതിങ് ലൈക്ക്, ഒരു ഫിറോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാളാണ് ആദ്യമായിട്ട് ഗംഭീരമായിട്ട് മൂഞ്ചിപ്പോയത്. മൂഞ്ചി എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറമായിരുന്നു. ഒരു വീട് അതിഗംഭീരമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പോരാ, ആ വീടിനെതിരെയുള്ള പരാതികൾ ഒരു രക്ഷയില്ല. ആ പരാതിയുടെ ഭാഗമായിട്ട് ആ പാവ മനുഷ്യന്റെ ബിസിനസ്സിൽ എത്രത്തോളം ഇടിവാണ് വന്നിട്ടുണ്ടായിരിക്കും ആലോചിച്ച് നോക്കൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ടാമതോ മൂന്നാമതോ പറയുന്നത് ഒരു പാവം പള്ളിയിലച്ഛനാ. ആ 24 ചാനൽ ശ്രീകണ്ഠൻ നായരൊക്കെ പറഞ്ഞു കേട്ടിട്ട് രേണു സുധിക്ക് ഒരു വീടുണ്ടായിക്കോട്ടെ, അതിന്റെ മക്കൾക്ക് ഒരു വീടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രേണു സുധിയെ അറിയില്ല, സുധീനെ അറിയില്ല, ആരറിയില്ല. ആ 24 ഒക്കെ പറഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബമല്ലേ എന്ന് വിചാരിച്ചിട്ട് 8-10 സെന്റ് ഭൂമി വെറുതെ കൊടുത്തു. സത്യം പറ, വെറുതെ കൊടുക്കരുത്. ഇമ്മാതിരി സാധനങ്ങൾക്കൊന്ന് 5ന്റെ പൈസ കൊടുത്തു പോയി, അത് കൊടുത്തു. ഇപ്പൊ പള്ളിയച്ഛൻ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേസ് കൊടുക്കേണ്ടി വരും രേണു സുധിക്കെതിരെ. രേണു സുധിയുടെ ഗുണ്ടകള് നമ്മുടെ പള്ളിയിലച്ഛനെ ആക്രമിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ ഈ പാവം പള്ളിയച്ഛൻ വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ഈ പള്ളിയിലച്ഛൻ ഇപ്പൊ ഒരു വക്കീലിനൊക്കെ വെക്കേണ്ട ഗതികേട് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വക്കീലിനൊക്കെ വെക്കേണ്ട ഗതികേട് വന്നു. ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചുകൊണ്ട് വരുന്നു. ഈ പെണ്ണിന്റെ എന്താ പറയാ, ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് 10 സെന്റ് ഭൂമി കൊടുത്തതാ, കുടുങ്ങി വലങ്ങിപ്പോയി. ഇപ്പൊ അതാ മുഖ്യമന്ത്രിക്കെതിരെയും നമ്മുടെ രേണു സുധിക്കെതിരെ പരാതി കൊടുക്കാൻ പോവാണ് നമ്മുടെ പള്ളിയച്ഛൻ. കൃത്യമായി കേട്ടോക്കൂ, ഞാൻ പറയുന്നില്ല, ആ പള്ളിയച്ഛൻ തന്നെ പറയുന്ന FIR ഇടിപ്പിക്കും. കാരണം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന സഹോദരി, അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോയിൽ അവർ പലരുണ്ടായി. ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു. ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹം, മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രേണു സുധി പറഞ്ഞതാ, ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഏതാ കുപ്പായം? ഈ പള്ളിയച്ഛന്റെ കുപ്പായം. ആ കുപ്പായത്തെ ബഹുമാനിച്ച് രേണു സുധി എന്ന് പറയുന്നില്ല. നോക്കൂ, ഇവരെ സഹായിച്ച ആളുകൾക്ക് മുഴുവൻ ഇവരിട്ട് പണി കൊടുക്കുക എന്നല്ലാതെ എന്താ ചെയ്തിട്ടുള്ളത്? അല്ലാതെ രേണു സുധിയുടെ ജീവിതമാണ്, രേണു സുധി റീല് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, ഞാൻ അതിന് വിമർശിക്കില്ല. രേണു സുധിനെ അഭിനയിക്കാൻ അറിയോ ഇല്ലയോ നമ്മൾ അതിന് വിമർശിക്കില്ല, എന്താ ചെയ്തോട്ടെ. അവർ വീഡിയോ ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല, ജീവിക്കാൻ വേണ്ടി എന്ത് പണിയെടുത്തോട്ടെ കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ, ഈ ജീവിതത്തിന്റെ പേരിൽ സഹായിച്ചവരെ തള്ളി പറയുക, ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുത്ത, അവസാനമായിട്ട് സഹായം കൊടുത്തത് മുടി മുഴുവൻ വെപ്പ, ആ വെപ്പം മുടി ഉണ്ടാക്കി കൊടുത്ത ആൾക്കെതിരെ ഇപ്പതാ ബിഗ് ബോസിൽ നിന്നിട്ട് ചൊറിഞ്ഞ് മാന്തിട്ട് കുളിക്കൂല. കുളി എന്ന് പറഞ്ഞ സാധനം ഇല്ല, നാറിയിട്ട് അടുക്കാൻ വയ്യ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ പല ആൾക്കാരും. നാറിയിട്ട് വയ്യ, ഒരു ദിവസം നേരം പോലെ കുളിക്കില്ല. അക്കുസി പോകുന്നുണ്ടാവും, വലിയ പിടുത്തൊന്നുമില്ല. എന്തൊക്കെയായാലും കുളി ഇല്ലാന്ന് കേൾക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് നാറിയിട്ട് വയ്യ എന്ന് ബിഗ് ബോസിലെ പല ആൾക്കാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴിതാ ഈ ഒരു പള്ളിയിലച്ഛൻ ആ ഒരു കേസ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം, ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പള്ളിയിലച്ഛന്റെ ഈ ലോഹയെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ പള്ളിയിലച്ഛൻ വല്ല കുറ്റം ചെയ്തോ? എന്റെ നാട്ടുകാരെ, ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വാണങ്ങളുണ്ട്, ആ വാണങ്ങളോടാ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ പള്ളിയിലച്ഛൻ ചെയ്ത കുറ്റം? ഇദ്ദേഹം ചെയ്ത ഏക കുറ്റം എന്ന് പറയുന്നത് നേരിട്ടറിയാത്ത, സുധി അറിയാത്ത, സുധി ഒരു പ്രോഗ്രാം പോലും അറിയാത്ത, രേണുവിനെ അറിയാത്ത ഈ പള്ളിയിലച്ഛൻ ആ പാവങ്ങൾക്ക്, ആ കുട്ടികളുടെ പേരിൽ ഭൂമി കൊടുത്തു. അതും 24 ചാനലിലെ ശ്രീകണ്ഠൻ നായരൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കൊടുത്ത ഈ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. രേണുവിനെ വിളിച്ചിട്ടില്ല, രേണുവുമായി സംസാരിച്ചിട്ടില്ല, അവരുമായിട്ടുള്ള ഫോൺ ബന്ധമില്ല, ഒരു ബന്ധവുമില്ല.
എന്നിട്ട് കൊടുത്ത ഈ മനുഷ്യനെ പോലും തള്ളിപ്പറയാനുള്ള ഒരു മനസ്സുള്ള ഒരു വെടല സ്ത്രീയാണ് അവരെന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത്. സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പോകുന്നത്, നമ്മുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കുവാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ കുടുംബസ്വത്ത് അതിനെപ്പറ്റി പോലും അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡി എങ്ങനെയാണ് അമ്പലവേലി കുടുംബത്തിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യത ആ സ്ത്രീക്കുണ്ട്? എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ, എന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കുവാനോ, എന്റെ കുടുംബത്തിന്റെ അസറ്റുകളെ പറ്റിയോ പ്രോപ്പർട്ടികളെ പറ്റിയോ മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക്? മനസ്സിലല്ലേ? ഈ പള്ളിയിലച്ഛന് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ രേണു സുധി പറഞ്ഞിരിക്കുന്നത്. അമ്പലവയൽ എന്തൊരു കുടുംബമാണ് ഈ പള്ളിയിലച്ഛന്റെ. ആ കുടുംബവുമായിട്ട് എനിക്കും ചിലതൊക്കെ പറയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമി കൊടുത്തത് ഈ പള്ളിയിലച്ഛനാണ്. നല്ല വിലയുള്ള ഭൂമി. അങ്ങനെ ദാനം കിട്ടിയ ഒരു ഭൂമി കിട്ടിയ ആ ഒരു വീട് വെച്ച്, അതും വീടും വെച്ചു കൊടുത്ത, എല്ലാം ദാനമാണ്. എന്നിട്ടൊരു നാണുമാനില്ല, ഒരു ഉളുപ്പുമില്ലാതെ സഹായം ചെയ്തവരെ പോലും പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നാണ് ഇവർ പറയുന്നത്. എന്ത് മാന്യതയുടെ പേരിലാണ്, എന്തിന്റെ പേരിലാണ് ഈ പള്ളിയച്ഛനും കുടുംബത്തെയും മറ്റു രേണു സുധിക്ക് കുറ്റം പറയേണ്ട ആവശ്യമുള്ളത്? ഒരാവശ്യമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്ത്രീയെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിമർശിക്കുന്നത്. അല്ലാതെ അവർ റീൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ആ അഭിനയക്കാരുടെ ബോറാണ് ആയിക്കോട്ടെ, അവരുടെ മുഖത്തെ ആക്ഷേപിക്കുന്നുണ്ട്, അവരുടെ ശരീരത്തെ ആക്ഷേപിക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് ഒന്നും നിൽക്കുന്നില്ല, അത് ശരിയല്ല. പക്ഷേ സഹായിച്ചവരെ നിന്ദിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെറ്റ പരിപാടിയാണ്. അപ്പൊ അത്രമാത്രം നന്മ ചെയ്യുന്നവരെ, ഉപകാരം ചെയ്തവരെ നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കീറി മുറിക്കുവാനായിട്ട് എറിഞ്ഞു കൊടുക്കരുത്. ഇതെനിക്ക് ഈ സ്ത്രീയോട് ഉള്ള ഒരു അപേക്ഷയായിട്ടും കണ്ടെച്ചാൽ മതി. ഇനി അതല്ല ഇവർ ഇനിയും വീണ്ടും ഇതാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ നേരിട്ട് പോയി മജിസ്ട്രേറ്റിനെ കണ്ട് മൊഴി കൊടുക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. വക്കീലിനോട് പറഞ്ഞു, ബിഷപ്പ് നേരിട്ട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞു. കോടതിയിൽ ചെന്ന് എന്റെ അഡ്വക്കേറ്റുമായിട്ട് ചെന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനേ ഈ തങ്കച്ചന്റെ പേരിലും ഈ രേണു സുധിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ. ഇനി എങ്ങനെ അപ്പൊ അവസാനം തങ്കച്ചൻ കുടുങ്ങി. തങ്കച്ചി ചേർത്തൊക്കെ കുറെ വന്നിട്ട് ഭയങ്കര ഗംഭീര വർത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും തങ്കച്ചന് വർത്താനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് രേണു സുധിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നു. തങ്കച്ച ഒരു തറ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് രേണു സുധി അങ്ങനെ തന്നെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഇനി കേസ് എടുക്കാൻ പോവാണ് നമ്മുടെ പള്ളിയിലച്ഛൻ. അത് മാന നഷ്ടത്തിനാണ് കേസ് കൊടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ആ വീട് സ്ഥലം തിരിച്ചെടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് അതിലൊരു അർഹതയില്ല. ആ മക്കൾക്ക് അർഹത ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നാൽ മക്കൾ അവിടെ താമസിക്കാൻ ഈ പെണ്ണെടുത്തൊരു കുടുംബക്കാരെ സമ്മതിക്കണ്ടേ? ആ നമ്മുടെ സുധിയുടെ മകൻ ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല, എന്തൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. എന്തായാലും അവിടെ താമസിക്കുന്നില്ല കാര്യം നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്ത്രീക്ക് കൊടുത്ത ആ വീട് സ്ഥലമുള്ള തിരിച്ചെടുക്കണം. 24 ചാനലൊക്കെ തന്നെ അതിന് ഇറങ്ങണം. മതി, അങ്ങനത്തെ ജീവിതം വേണ്ട, പറ്റുമെങ്കിൽ അധ്വാനിച്ച് വീടുണ്ടാക്കിക്കോ എന്ന് ആ തങ്കച്ചനോട് പറയണം. കാരണം ഇതെല്ലാം ഫ്രീ കൊടുത്തിട്ടും ആ കൊടുത്ത ആൾക്കാർക്കെതിരെ ഇമാതിരി വർത്തമാനം പറയണമെങ്കിൽ എന്ത് ജാതി തറവാണങ്ങളായിരിക്കും അവരെന്ന് ആലോചിച്ച് നോക്കി. അമ്മാതിരി ടീമായിരിക്കില്ലേ? നോക്കൂ ബാക്കി. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുവാനാണ് ഇവര് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിപ്പോ ഇത് പറയുവാനുണ്ടായ സാഹചര്യം ഈ രേണു സുധിയാണ്. ഞാൻ ഈ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ഇന്നെ സൈബർ ഇടങ്ങളിൽ ഇവർ വലിച്ചു കീറുവാൻ ഇട്ടുകൊടുത്തത്. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ഇനിയും ഈ സഹോദരിയെ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു വട്ടമല്ല, ഒരു 5 വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട ശേഷം മാത്രമേ രേണു സുധി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അപേക്ഷ. ഇപ്പൊ ഇവര് എങ്ങനെയുണ്ട്? അതിഗംഭീരമെന്നല്ല വേറെ ഒന്നും പറയില്ല. കാരണം അത്രയും ഈ പാവം പള്ളിയിലച്ഛൻ സഹിച്ചു എന്നർത്ഥം. ഇനി രേണു സുധി ആരെങ്കിലും സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറേ പാവാടവള്ളികളുണ്ട്. രേണു സുധിന്റെ പാവാടവള്ളികളുടെ ഒരു നിര തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവര് ബിഗ് ബോസിൽ എത്തിയിട്ടും തന്റെ വിധവാ കാർഡും സ്ത്രീത്വ കാർഡൊക്കെ ഇറക്കാൻ നോക്കി, പക്ഷെ പൊളിഞ്ഞു പാളീസായി. കേരളത്തിലെ എല്ലാ വിധവകളുടെയും അട്ടിപ്പറാവകാശം തേടിയിട്ട് അവിടെ പോയിട്ട് വലിയ പ്രസംഗിക്കാൻ പോയതാ. വേണ്ടാന്ന് പറഞ്ഞ അവിടുത്തെ ആൾക്കാർ.
ഇവിടെ എല്ലാ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചിട്ടാണ് അവിടെ പോകുന്നത്. ഇവിടുത്തെ എല്ലാ വിധവകളെയും പ്രതിനിധീകരിച്ചിട്ടാണോ രേണുസുതി ഇപ്പൊ അവിടേക്ക് പോയിട്ടുള്ളത്? എങ്ങനെയുണ്ട്? അങ്ങനെ അവിടെ ഒരു കാർഡ് ഇറക്കാൻ നോക്കിയത് നടന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തണം. കാരണം ഒരു പാവം പള്ളിയച്ഛൻ ഇങ്ങനൊക്കെ മാനസികമായിട്ട് ഈ ഒരു കേസിലും പെട്ടിട്ടില്ലാത്ത പള്ളിയച്ഛന്മാര് ഒരു കേസിലും പെടാതെ വളരെ മാന്യമരിക്ക് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ ചങ്ങാതി പോലും ഇങ്ങനെ മാനസിക വിഷമത്തോടുകൂടി ഇങ്ങനെ പറയണമെങ്കിൽ, അതായത് ഇനി രേണുസുതി ആരെങ്കിലും സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ 2 വട്ടം ആലോചിക്കണം കേട്ടോ എന്നൊക്കെ ഈ പള്ളിയിലച്ഛൻ പറയണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ആലോചിക്കുക. അത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവില്ലേ? അതിന്റെ ഭാഗമായിട്ടായിരിക്കില്ലേ ഈ പള്ളിയിലച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നോക്കൂ. ബിഗ് ബോസ് ചെന്നതിന് ശേഷം എനിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരുന്നു. അതടുത്ത് അതൊക്കെയാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി സാറിന്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് എന്റെ ജീവന് ഭീഷണിയായിട്ടുണ്ട്. അതായത് വെച്ചാൽ എന്റെ ഈ വീട്ടില് അസമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുകയും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തു പോകുക. എന്റെ വീടിന് ചുറ്റും ഇത് ചുറ്റും റോഡാണ്, നമ്മുടെ പറമ്പിനകത്തൂടെ തന്നെ. അതിനകത്ത് വന്ന് ഇവര് ഫോട്ടോ എടുക്കുന്നു. നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് പോകുന്നു. ബുള്ളറ്റിലെ 2 വീലറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന പിന്നെ ഇത് മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നത് കൊണ്ട് അതിലെല്ലാം ക്യാമറയിലുണ്ട് ഈ കാര്യങ്ങളെല്ലാം. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ രേണുസുതിക്ക് പുറകിന്ന് കളിക്കാൻ നല്ല ഗുണ്ടകൾ ഉണ്ടെന്നർത്ഥം. ഇതിന് മാത്രം ഇവർക്ക് എവിടെ നിന്നാണ് പൈസ എന്നാണ് ഇനി കേരളത്തിലെ ആളുകൾ ചോദിക്കേണ്ടത്. ഈ പള്ളിയിലച്ഛനെ ഇങ്ങനെ ചുറ്റും കൂടി നടന്ന് ഭീഷണിപ്പെടുത്തുവാനും അർദ്ധരാത്രി മസമയത്തും മറ്റുമൊക്കെ വന്നിട്ട് ഇവരെ ഫോട്ടോ എടുത്തു പോകുവാനും ഇവരെ വീടെടുത്തു പോകാനും വീടിന്റെ സ്കെച്ച് ഉണ്ടാക്കാനൊക്കെ ഇവർ ആർക്കാണ് പ്ലാൻ കൊടുത്തിട്ടുള്ളത്? അപ്പൊ രേണുസുതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച ഒരു ടീമല്ല എന്നർത്ഥം. ഇവരെ പുറകിൽ കൃത്യമായിട്ടും ആരൊക്കെയോ കളിക്കുന്നുണ്ട്, ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. അസല് പണം പറഞ്ഞിട്ടുള്ള കളി നടക്കുന്നുണ്ട്. ഇവർ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. എനിക്ക് തോന്നുന്നു സുധി എന്ന് പറയുന്ന മനുഷ്യന് ഇതിൽ വീണു പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവരെ റാക്കറ്റിൽ വീണു പോയതാണെന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പള്ളിയിലച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ പറയുക, പാവാട വള്ളികൾ വേണ്ട. അതല്ലാതെ രേണുസുതിയുടെ സ്വഭാവം എന്തെന്നൊക്കെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് അടിക്കണം. ഇത് ആളുകൾ അറിയണം. ഇനി ഇത്തരത്തിലുള്ള ടീമിൽ ഒരെണ്ണത്തിനെ സഹായിക്കേണ്ട ഗതികേട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത് തന്നെയാണ്. ഒരു തരത്തിലുണ്ടാവരുത്. ഒരു കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ, ഒരു പൂങ്കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സഹായിക്കാൻ തോന്നുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ഈ പരിപാടി നിർത്തണം. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഗംഭീര പാരയെ തീരും. ഇവരെ കൊണ്ട് വേറെ ഗുണം കൂടി നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതേപോലെ ആർക്കെങ്കിലും വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ പോലും ഇനി നിർത്തും, ആ പരിപാടി നിർത്തും. കാരണം പിന്നെ ഭാവി അവർക്ക് തന്നെ പാരാവുമല്ലോ. നോക്കൂ, ഈ പള്ളിയച്ഛനുമ്പോ സൗകര്യമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ അച്ഛന് സൗകര്യമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. രാത്രി അടക്കം വന്നിട്ട് ഭീഷണിയാണ്. ഗുണ്ടകൾ, ഇദ്ദേഹം പറഞ്ഞ രേണുസുതി ഗുണ്ടകളാ. മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞു. ജീവന് ഭീഷണിയുണ്ട്. രേണുസുതിന്റെ ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ജീവന് ഭീഷണിയുണ്ട്. പള്ളിയച്ഛൻ പറയുന്നതാണ്. അപ്പൊ എവിടം വരെ എത്തി എന്ന് ആലോചിച്ച് നോക്കുക. ഇവരെങ്ങാൻ ബിഗ് ബോസ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പള്ളിയച്ഛന്റെ അവസ്ഥ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണ്ടി വരും. അതിഭീകരമാണ്. ഇതിന് പുറകിൽ ഒരു ഗംഭീര ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ.